നമസ്കാരം, ഈസി റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗീത. നമുക്കിന്ന് മിക്സിയിൽ ചപ്പാത്തിക്കുള്ള മാവൊന്ന് കുഴച്ചെടുക്കാം. ഇത് യൂട്യൂബിൽ കുറച്ച് വൈറലായ ഒരു വീഡിയോയാണ്. എനിക്ക് അന്ന് അത് ഇടാൻ സാധിച്ചില്ല. ഇപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ മാവ് കുഴച്ചെടുക്കുന്നത്. നല്ല എളുപ്പമാണ്. അപ്പോൾ ഇത് അറിയാവുന്നവരൊക്കെ ക്ഷമിക്കുക. അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിടുന്നത്. നമുക്കിതെങ്ങനെയാണെന്ന് കാണാം. ഒട്ടും വെള്ളമയമില്ലാത്ത ജാറിലേക്ക് നമുക്കല്പം ഓയിൽ തേക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണേ. അപ്പം ഗോതമ്പ് പൊടിയുടെ അളവെന്ന് പറയുമ്പോൾ 1 കപ്പ് അല്ലെ 1.5 കപ്പ് വരെ മിക്സിയിൽ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റത്തുള്ളേ. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1-2 തവണയായിട്ട് നമുക്ക് കുഴച്ചെടുത്താൽ മതിയാവും. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. ഈ വെള്ളത്തിൻ്റെ അളവിൽ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാകാമേ. അപ്പോൾ വെള്ളം ഇനി നമ്മളിത് ഒഴിക്കുമ്പോൾ ഇച്ചിരി കൂടിപ്പോയെന്ന് തോന്നിയാലും കുഴപ്പമൊന്നുമില്ല. ഒരു ടേബിൾ സ്പൂൺ പൊടിയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് കറക്കിയെടുത്താൽ ശരിയാവുമേ. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഒരു 10 സെക്കൻഡോളം ഒന്ന് അടിച്ചാൽ മതിയാവും കേട്ടോ. ഞാൻ അത്രയും തന്നെ എടുത്തിട്ടില്ല. കണ്ടോ, ഇതിങ്ങനെ കേട്ടിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിക്കാം. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് കറക്കിയെടുക്കാം. ഇതും ഒരു 10 സെക്കൻഡ് മതിയാവും. ഞാനൊരു 7 സെക്കൻഡ് വെച്ച് കറക്കിയെടുത്തിട്ടുള്ളേ. ഇനി നമുക്കിതൊരു പൾസ് മോഡിൽ ഒരു 4 തവണയും കൂടെ ഒന്ന് കറക്കിയെടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. നമ്മളിത് സാധാരണ പച്ചവെള്ളം ഉപയോഗിച്ചാണ് കുഴച്ചെടുത്തത്. ഇനിയിപ്പോൾ ചൂടുവെള്ളം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. കയ്യിൽ അല്പം എണ്ണ വരട്ടിയിട്ട് നമുക്ക് ഈ മാവ് ജാറിൽ നിന്നെടുത്ത് ബൗളിലേക്ക് ഇടാം. നമ്മുടെ മിക്സിയുടെ ജാറിൽ അധികം ഒന്നും പറ്റിപ്പിടിച്ചിട്ടില്ല കേട്ടോ. ഇത് കഴുകിയെടുക്കാൻ നല്ല എളുപ്പമാണ്. സാധാരണ മിക്സി കഴുകുന്നത് പോലെ കഴുകിയാൽ മതിയാവും. ഞാനിത് വെറുതെ ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയപ്പോൾ തന്നെ മുകളിലിരുന്നതെല്ലാം പോയിട്ടുണ്ട്. പിന്നെ ഇച്ചിരി നേരം ഒന്ന് വെള്ളം ഒഴിച്ച് വെച്ച ശേഷം മിക്സിയിലൊന്ന് കറക്കിയെടുത്താൽ മതിയാവും. ഇനിയിപ്പോൾ നമ്മുടെ മാവിലേക്ക് നമുക്ക് അല്പം എണ്ണയും കൂടെ ഒന്ന് പുരട്ടിയിട്ട് നമുക്കിത് നല്ല ബോൾ പോലെ ആക്കിയൊന്ന് ഉരുട്ടിയെടുക്കാം. കേട്ടോ, നല്ല സോഫ്റ്റായ മാവാണ് കേട്ടോ. ഇതുകൊണ്ട് നമുക്ക് ചപ്പാത്തിയും പൂരിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്